ഹായ്, ആദു സെറ്റ് ലൈഫ് വ്ലോഗ്സിൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തൃക്കേട്ടയാണ്. തൃക്കേട്ട ഓണാശംസകൾ എല്ലാവർക്കും. തൃക്കേട്ടയ്ക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. തൃക്കേട്ടയ്ക്കുള്ള പ്രത്യേകത, തൃക്കേട്ട വരെ പ്രത്യേകതയുണ്ട്. തൃക്കേട്ട വരെ ഒറ്റ കളത്തിലാണ് പൂക്കളിടുന്നത്. മൂലം തൊട്ട് 3 കളത്തിൽ പൂക്കളിടണം. പിന്നെ അങ്ങടേക്ക് 5, 7 ഉത്രാടത്തിൻ്റെ അന്ന് 7-ലോ 11-ലോ നമുക്ക് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ 5-ലായാലും മതി. നമ്മുടെ വഴിയുടെ ദൂരം അനുസരിച്ചിട്ടാണ് നമ്മൾ പൂക്കളത്തിൻ്റെ എണ്ണം കൂട്ടുന്നത്. അതിനോടനുസരിച്ച് തന്നെ നമുക്ക് എന്ത് വേണമെന്നറിയോ? നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരു സംഭവം, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ഓണത്തിന് ഒഴിച്ചുകൂടാൻ കഴിയാത്തൊന്ന്. അതെ, തുമ്പക്കുടം വേണം, തുമ്പപ്പൂ വേണം. ഇതാണ് മെയിനായിട്ടുള്ളത്. ഉത്രാടത്തിൻ്റെ അന്ന് തുമ്പപ്പൂവാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. തുമ്പപ്പൂവും തുമ്പക്കുടവും. ഈ തവണ എങ്ങനെ ഒപ്പിക്കുമെന്നൊരു പിടുത്തമില്ല. എന്തായാലും ഒപ്പിച്ചല്ലേ പറ്റൂ. നമുക്കൊന്ന് തേടി പിടിച്ച് നോക്കാമെന്നേ. അങ്ങനെ ഇന്നത്തെ എൻ്റെ തൃക്കേട്ട പൂക്കളം ചെറുതാണ് കേട്ടോ. ഒരുപാട് വലുതൊന്നുമല്ല, ചെറിയൊരു കളം. അതിൽ വേണ്ടിയിട്ട് ജമന്തിപ്പൂ, ഡാലിയ, പിന്നെ ജമന്തിപ്പൂ, പിന്നെ വെന്തിപ്പൂ, അങ്ങനെ വച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ലാസ്റ്റ് ജമന്തിപ്പൂ ഇട്ട് ഒന്നും കൂടി സെറ്റ് ചെയ്തു. പിന്നെ ലാസ്റ്റ് നമ്മുടെ റോസാപ്പൂവും കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തു. സൂപ്പറല്ലേ എൻ്റെ ഓണം? ഇന്നത്തെ ഓണം വളരെ ദേവൂട്ടിയും കൂടി ഇട്ടതുകൊണ്ട് നല്ല രീതിയിൽ അത് കുളമാക്കിയിട്ടുണ്ട്. എന്നാലും ദേവൂട്ടിയുടെ സന്തോഷമല്ലേ, അവളും കൂടി ഇട്ടോട്ടെ എന്നങ്ങ് വിചാരിച്ച കേട്ടോ. അവൾ മര്യാദയ്ക്ക് ഒതുക്കി ഒന്നും ഇട്ടില്ലാന്നേ. മൊത്തം ഇങ്ങനെ ചിതറി അങ്ങ് ഇട്ടേക്കുമായിരുന്നു. അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. സാരില്ല, അവൾ ഇട്ട് പഠിക്കുമല്ലേ, ഇട്ടോട്ടെ. അവൾക്ക് കുറച്ച് പനിയുടെ മേക്കാച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ നല്ല പനിയായിരുന്നു എൻ്റെ ദേവുമോൾക്ക്. ഇനിയിപ്പോൾ നാളെ അവളെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിലും പോകണം. എല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെ നടത്തുമെന്ന് ഓർത്തിട്ട് ഒരു പിടുത്തമില്ല. എല്ലാത്തിനും ഒരു പിടിപ്പക്കേടാണ്, എന്താ ചെയ്യുക. പിന്നെ എന്നാ വിശേഷം? നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കണേ. നിങ്ങൾക്ക് ഓണം ഒക്കെ എവിടെ വരെയായി? സദ്യവട്ടങ്ങളൊക്കെ ഒരുങ്ങുന്നുണ്ടോ? പിന്നെ എന്തൊക്കെയാണ് ഓണത്തിന് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഓണപ്പരിപാടിക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ. പിന്നെ എന്താണ്, അമ്പലത്തിൽ പോകുന്നുണ്ടോ? അമ്പലത്തിൽ പോകാറുണ്ടോ ഓണത്തിൻ്റെ അന്ന്? ഞങ്ങൾ ഈ തവണ ഓണത്തിൻ്റെ അന്ന് അമ്പലത്തിൽ പോകണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കുന്നത്. പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവമോക്ക് പനിയൊന്ന് മാറി തന്നാൽ മാത്രം മതി ഓണാകുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ എനിക്ക് ആൾക്ക് ബുദ്ധിമുട്ടാവും, ആകെ സങ്കടമാവും. ഇത്രയും ദിവസം എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മുടെ മക്കൾക്കൊക്കെ പനി വന്നാൽ വലിയ സങ്കടമല്ലേ. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർന്നു വരുമ്പോൾ അവരുടെ കൈ മുറിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ വിഷമമായിരിക്കും. അപ്പോൾ ഇന്ന് എൻ്റെ കുഞ്ഞുമോൾക്ക് പനിയാന്ന് പറഞ്ഞപ്പോൾ മുതൽ എനിക്ക് ആകെ ഒരു വിഷമമാണേ. പിന്നെ ദിലീപേട്ടനാണ് കണ്ടോ, ദിലീപേട്ടൻ്റെ കാലാണ് കേട്ടോ അത്. ദിലീപേട്ടൻ ഇന്ന് വൈകിയാണ് കേട്ടോ ഡ്യൂട്ടിക്ക് പോയത്. അപ്പം ഞാൻ പറയുമായിരുന്നു അവളുടെ അടുത്ത്, നീ എന്തായാലും വീഡിയോ എടുക്കുകയാണ്, ഒന്ന് ഫേസും കൂടി കാണിക്കടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദിലീപേട്ടൻ അവിടെ നിന്ന് അങ്ങ് മുങ്ങി കേട്ടോ. ഇന്നത്തെ പൂക്കളം ഇങ്ങനെയാണ് കേട്ടോ, അടിപൊളിയല്ലേ. പണ്ട് ഓണം വരുന്നതിന് മുൻപേ തന്നെ അച്ചായി വഴിയൊക്കെ വെട്ടി തെളിച്ചിടും കേട്ടോ. വഴി, അതുപോലെ മുറ്റം. പിന്നെ ഞാനും സൗമ്യയും കൂടും കേട്ടോ. നിറയെ പുല്ലായിരിക്കും. അതൊക്കെ പറിച്ച് കളഞ്ഞ് ചെത്തി മിനുക്കി അടിപൊളിയാക്കി അങ്ങ് ഇടും കേട്ടോ. പൂക്കളം ഇട്ട് മെഴുവി ഒക്കെ പൂക്കളം ഇടുമ്പം നല്ല ഭംഗിയായിട്ട് കിടക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് വഴിയൊക്കെ നല്ല സൂപ്പറാക്കി ഇടും. ഇന്നിപ്പം അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ടൈലിട്ടേക്കുമല്ലേ, കുറച്ച് മതിയായിരിക്കും. നമുക്ക് തുമ്പക്കുടം തന്നെ അവിടെ വെച്ചിട്ട്, എൻ്റെ വീട്ടിൽ വെച്ചിട്ട് നിറയെ വേണം. കാരണം ഒരുപാട് വഴിയുണ്ട്. കുറച്ചുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. ഒരുപാട് തുമ്പക്കുടത്തിന് ഞാൻ എവിടെ പോകുമായിരുന്നു? 4 തുമ്പെങ്കിൽ 4 തുമ്പ കിട്ടിയെങ്കിൽ മതിയായിരുന്നു. തയ്യേ ഇവിടെ ഇപ്പം അതും കിട്ടാനില്ല. എല്ലാവരും പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്തായാലും ഓണം അടിപൊളി ആയിട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഓണം ആവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.